ആ അമ്മ ഇതെവിടെ പോയിരിക്കായിരുന്നു? ദേ അമ്മയുടെ ഫോൺ അവിടെ റിങ് ചെയ്യണ്ടായിരുന്നു. ഓ ഞാനാ ശാരദയുടെ അടുത്തേക്കൊന്ന് പോയതാ. ആരായിരുന്നാവോ എനിക്കറിയില്ല. ആഹാ അതൊന്നും എടുത്തോക്കാൻ നിനക്ക് പറ്റിയില്ലേ? ആ അതെ, ഞാൻ ഈ മീൻ മുറിക്കുന്നതിന്റെ ഇടയിൽ ഞമ്മടെ ഫോൺ പോയി എടുക്കാം. അമ്മ എത്ര നേരമായി പോയിട്ട്? അത് വേറൊന്നല്ല, നിന്റെ കൂട്ടുകാരിയുടെ കഥ പറഞ്ഞു നിന്നതാ. അവളില്ലേ അവന്റെ അച്ഛനമ്മേനെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, മനസ്സിലായ? എന്നിട്ട് അവളുടെ അച്ഛനമ്മ ഇപ്പൊ അവളെ വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 1 മാസമായി. വല്ല നാണുണ്ട ഒറ്റയ്ക്ക് ഇവളെ വീട്ടിൽ വന്ന് നിൽക്കാനായിട്ട്? ആഹാ, അപ്പൊ അവളെ ഭർത്താവ് അവളെ വീട്ടിലില്ല. അത് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? വീട്ടിലേക്ക് കയറി വന്ന പെൺകുട്ടികളല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അവള് പറ്റില്ല എന്ന് പറഞ്ഞ പിന്നെ അവൻ എന്തുട്ട് ചെയ്യാനാ? അത് ശരി. അല്ലമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മയെ ചെറുപ്പം ഇപ്പം ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ എടുക്ക്. അമ്മ ചെറുപ്പം മുതലേ മുലപ്പാൽ കൊടുത്ത് വളർത്തിയേക്കണത് ആര്യാ? എന്നെ കാലുമ്മൊക്കെ എടുത്ത് കുറുക്ക് കൊടുത്ത് വളർത്തിയേക്കണത് ആര്യാ? പഠിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു, ട്യൂഷന് വിട്ടു, ഇഷ്ടംപോലെ കാശ് ചിലവാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാ? പിന്നെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വഴിപാടും അമ്പലങ്ങളും മുഴുവൻ കയറിറങ്ങിക്കണത് ആർക്ക് വേണ്ടിയിട്ടാ? എന്നിട്ട് എവിടുന്നോ വന്ന ഒരു പെണ്ണിന്റെ കഴുത്തിൽ അങ്ങോട്ട് താലിമാല വെച്ചോട് കൂടിയിട്ട് ഈ ഉത്തരവാദിത്തം മുഴുവൻ പിന്നെ ആ പെണ്ണിന്റെയാ. അപ്പൊ എന്താ ഈ മോന്റെ വയലെന്താ കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങി വെച്ചേക്കാ? അവന്റെ അച്ഛനമ്മേനെ നോക്കാൻ ഏറ്റൂടെ? അല്ലടി അവന് ജോലിക്ക് പോണ്ടേ? എന്താ അങ്ങനത്തെ വർത്താനം? അപ്പൊ എന്താ രേഷ്മയ്ക്ക് ജോലിയില്ലേ? അവൾ എത്ര കാലം തൊട്ട് ജോലിക്ക് പോയി തുടങ്ങിയതാ? ആ അമ്മായിമ്മയും അമ്മായിച്ചനും അവളെ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ അവള് ചിലപ്പോൾ ഇത് ചെയ്തേനില്ല. ഈ പെണ്ണങ്ങോട്ട് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കയറി കൊണ്ടു കഴിഞ്ഞാൽ എല്ലാ കുരുട്ടും ഈ പെണ്ണിൻ്റെ അടുത്ത് കാണിക്കും. എന്നിട്ട് ഇവർ വയ്യാണ്ടാവുമ്പോൾ മനസ്സറിഞ്ഞ് ഇവരെ നോക്കും വേണം. അതെവിടെ തന്നെ ആയ? അല്ല അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഈ പെണ്ണ് മണ്ഡപത്തിലേക്ക് ഇങ്ങോട്ട് വീഴാന്ന് നിങ്ങൾ വിചാരിച്ചു വെച്ചേക്കണത്? ആ പെൺകുട്ടീനെ വളർത്തി വലുതാക്കാൻ ഒരുപാട് കഷ്ടപ്പാട് അവരും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവളെ അച്ഛനമ്മേനെ നോക്കേണ്ടത് അവളുടെ ഡ്യൂട്ടി അല്ലേ? അതിലെന്തൊട്ട് ഇത്ര വലിയ നാണക്കേടുള്ളത്? എന്താ പെൺകുട്ടികളെ അച്ഛനമ്മമാര് ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ലേ? അപ്പൊ നീ എന്നെ നോക്കില്ലേ? എൻ്റെ അമ്മ, നമ്മുടെ കാര്യം ഞാൻ പറഞ്ഞതല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. എനിക്ക് ഇത്രയും കാലം ജോലിക്ക് പോകാൻ പറ്റിയത് അമ്മ എൻ്റെ കൂടെ നിന്ന് എൻ്റെ കുട്ടികളെ നന്നായി നോക്കണ കാരണല്ലേ. ഞാൻ നമ്മുടെ കാര്യം പറഞ്ഞതല്ല. എല്ലാ വീട്ടിലെ അനുഭവങ്ങൾക്കും വ്യത്യാസങ്ങളുണ്ട് അമ്മേ. നമ്മളെന്താണെന്നറിയോ, നമ്മുടെ വീട്ടിലെ കഥ വെച്ചിട്ട് അതിനെ കമ്പയർ ചെയ്യാം. ഓരോരുത്തരുടെ അനുഭവങ്ങളും വെവ്വേറെയാ. ഇനി വരാൻ പോണ ഒരു ജനറേഷന്റെ കാര്യം പറഞ്ഞതാ. അവര് നോക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജീവിക്കണേല് ഒരർത്ഥവും ഇല്ല.